നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം മറ്റൊരു വാർത്തയിലേക്കാണ്. മൂന്നാർ മാട്ടുപ്പെട്ടി അപകടത്തിൽ മരണം 3ആയി. ഗുരുതര പരിക്കേറ്റ സുതൻ എന്ന വിദ്യാർത്ഥി മരിച്ചു. തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം. തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുടെ ബസ് സൈക്കോ പോയിന്റിന് സമീപം മറിഞ്ഞാണ് അപകടമുണ്ടായത്. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഇപ്പോൾ ഒരാൾ കൂടി മരണപ്പെട്ടിരിക്കുന്നു. ഈ അപകടത്തിൽ പരിക്കേറ്റ ബാക്കിയുള്ളവരുടെ നില എങ്ങനെയാണ്? ഒപ്പം തന്നെ ഇപ്പോൾ മരിച്ചയാളുടെ വിശദാംശങ്ങൾ കൂടി. അനീഷ, ഇന്നലെ വൈകിട്ടോടെയാണ് നാഗർകോവിലിൽ നിന്ന് മൂന്നാറിലേക്ക് വിനോദസഞ്ചാര സംഘം എത്തിയത്. അതായത് നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ് വിദ്യാർത്ഥികളുടെ സംഘമാണ് മൂന്നാറിലേക്ക് എത്തിയത്. ഇവരുടെ വാഹനം മാട്ടുപ്പെട്ടി സമീപം എക്കോ പോയിന്റിന് സമീപത്ത് വെച്ച് മറിയുകയായിരുന്നു. കുണ്ടള ഡാം സന്ദർശിക്കാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം. എക്കോ പോയിന്റിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം മറിയുകയും ചെയ്തു. സംഭവത്തിലുണ്ടായിരുന്ന നാട്ടുകാരും വിനോദസഞ്ചാരികളും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആദ്യയും വേണികയും ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് സുധൻ മരിച്ചത്. സുധനെ ഈ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് രാജാക്കാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഈ ഗുരുതര പരിക്കേറ്റ രണ്ടുപേർ ഇപ്പോഴും തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റുള്ളവർ മൂന്നാർ ടാറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം 40 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ബസ് അമിത വേഗതയിലായിരുന്നുള്ള ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും വാഹനത്തിന്റെ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്ത് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാണ് പോലീസിന്റെ നീക്കം. അനീഷ, സിജു, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ സാധിച്ചിട്ടുണ്ട്? അതായത് ഈ അമിത വേഗത തന്നെയാണോ അപകടത്തിലേക്ക് നയിച്ചത്? പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം അത് തന്നെയാണ്. പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനവും അത് തന്നെയാണ്. എക്കോ പോയിന്റിന് സമീപം, അതായത് ഇന്നലെ വൈകിട്ട് ഇവർ മൂന്നാറിലേക്ക് എത്തി. അതിനുശേഷം മാട്ടുപ്പെട്ടിയിലേക്ക് ഇന്നെത്തി. മാട്ടുപ്പെട്ടിയിൽ നിന്ന് എക്കോ പോയിന്റ് വഴി അവിടെ നിന്ന് പിന്നെ കുണ്ടള ഡാം സന്ദർശിക്കാനായി പോകുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വളവ് തിരിയുന്നതിനിടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കാര്യമായ അപകടം ഉണ്ടാക്കാനുള്ള മറ്റൊരു സാധ്യത വേറെ കാണുന്നില്ല. ഇടുങ്ങിയ റോഡാണ്. ഈ നിരവധി വിനോദസഞ്ചാരികളുടെ വാഹനം എത്തുന്ന ഒരു സ്ഥലം തന്നെയാണ്. അത്തരത്തിൽ ഈ വളവ് തിരിയുന്നതിനിടെ വാഹനത്തിന് അമിതമായ വേഗതയിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഉടൻ തന്നെ ഈ പ്രദേശത്ത് മറ്റു വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു. നിരവധി ടാക്സി തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് അവിടെ നിന്ന് മൂന്നാറിലേക്ക് എത്തിയ ആളുകളാണ് ഈ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. മൊബൈൽ സിഗ്നൽ ലഭ്യമല്ലാത്ത ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിവരം പുറത്തേക്ക് അറിയാൻ അല്പം വൈകുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് പോലീസും സ്ഥലത്തെത്തി ഈ രക്ഷാപ്രവർത്തനം നടത്തി. പിന്നീട് ആദ്യം ഇവരെ മൂന്നാറിലെ ടാറ്റ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. അവിടെ പ്രാഥമിക ശുശ്രൂഷകളെല്ലാം തന്നെ നൽകി. അവിടുന്ന് ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയാണ് പിന്നീട് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. അതിലൊരാളായിരുന്നു സുധൻ. പോകുന്നതിനിടെ രാജാക്കാട് വെച്ച് ആരോഗ്യനില വഷളാവുകയും അവിടെ മറ്റൊരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റു 2 പേർ ഇപ്പോൾ തേനി മെഡിക്കൽ കോളേജിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഏതാണ്ട് 19ഓളം പേർ ഇപ്പോഴും ഈ മൂന്നാർ ടാറ്റ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവർ ഈ നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികളാണ്. അവിടുന്നാണ് ഇവർ വന്നത്. 37 പേരും ഇതിൽ 47 പേരും വിദ്യാർത്ഥികളാണ്. മറ്റുള്ളവർ അധ്യാപകരും ഒപ്പം തന്നെ അവരുടെ ഒരു കുട്ടിയും ഈ സംഘത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, സിജോ വർഗീസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.